സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവർത്തന സമയ മാറ്റത്തിൽ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ച് സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. കളക്ടറേറ്റ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് പ്രഖ്യാപനം. ഇസ്ലാം മതത്തിന്റെ കരളാണ് മതപഠനമെന്നും ഇസ്ലാമിന് നിഷിദ്ധമായത് എന്തെന്ന് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ മതപഠനം അനിവാര്യമാണെന്നും സമസ്ത നേതാവ് MT അബ്ദുള്ള മുസ്ലിയാർ പറയുന്നു. പൊതുവിദ്യാലയങ്ങളിലെ സമയമാറ്റം മദ്രസ പഠനത്തെ സാരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും അനുകൂലമായ നിലപാടുണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമസ്തയുടെ കീഴിലുള്ള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. ഓഗസ്റ്റ് 5-ന് കളക്ടറേറ്റ് ധർണയും സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുമെന്ന് സമസ്ത മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ ഈ യോഗം ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ഇതൊരു തുടക്കമാണ്. ഇവിടെ ഈ കൂടിയതൊരു തുടക്കമാണ്. ഈ പ്രതിഷേധം ഇൻഷാ അല്ലാഹ് അത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതുമായി മുന്നോട്ട് പോവുക മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗത്തിൽ വെച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. സംസ്ഥാനത്ത് 13 ലക്ഷം കുട്ടികൾ മതപഠനം നടത്തുന്നുണ്ട്. മതപഠനം ഇസ്ലാമിന്റെ കരളാണെന്നും ഇസ്ലാമിന് നിഷിദ്ധമായതെന്തെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്താൻ മതപഠനം ആവശ്യമാണെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് സമസ്തയുടെ നീക്കം. അതേസമയം സമരം മുസ്ലിം ലീഗ് സ്പോൺസേർഡ് എന്ന വിമർശനമാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗത്തിനുള്ളത്. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമായിരുന്നെന്നും ലീഗ് വിരുദ്ധ ചേരി പറയുന്നു. സമസ്ത സമരപ്രഖ്യാപനം നടത്തിയതോടെ സർക്കാർ സമ്മർദ്ദത്തിലാകാനാണ് സാധ്യത. ജനം, കോഴിക്കോട്.